വരുന്നത് അടുത്ത കുഴിയിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. നീ ഇങ്ങനെ കുഴിയാനെ പിടിക്കാറുണ്ടോ? അപ്പൻ ചെറുപ്പത്തിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കുഴിയാനെ. ഈ കുഴിയാന എന്തൊരു സംഭവം എന്നറിയോ? തുമ്പിയില്ലേ, തുമ്പിയുടെ ലാർവയാണ് കുഴിയാന. ഈ കുഴിയാന വലുതായിട്ട് തുമ്പിയായിട്ട് വരും. അപ്പം തോറ്റു കുഴിയാനെ പിടിക്കാൻ നോക്കിയിട്ട്. ബാ, മഞ്ഞൾ ഉണ്ടായിട്ടുണ്ട്, മഞ്ഞൾ നോക്കാം. അതേനാ നോക്കിയേ, മഞ്ഞൾ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഉഷാറായിട്ട് മുളച്ച് വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് മഞ്ഞൾ. അതേപോലെ നമ്മുടെ ചേനയൊക്കെ വലുതായിട്ടാ. നോക്കിയേ, ചേനയൊക്കെ നല്ല വലിപ്പം വെച്ച്. നോക്കി ഈ ചേനയുടെ തണ്ടുമ്പോ പിടിച്ചു നോക്കിയേ, കിട്ടണ്ട? നിന്നാട്ടിലും നിന്റെ കൈക്ക് എത്തണില്ല അല്ലേ? ഒരു പാമ്പുണ്ട്, ആ പാമ്പിന്റെ മേല് മൊത്തം ഈ ഡിസൈനാ. അപ്പൊ ആ പാമ്പിനെ പറഞ്ഞ പേരെന്തുട്ടാന്നറിയോ? ചേനത്തണ്ടൻ. ആ പാമ്പിന്റെ പേരാണ് ചേനത്തണ്ടൻ. ബാ, ചേനത്തണ്ട ഒരു പാമ്പാണ്. ഇവിടെ മൊത്തം പൊത്തായില്ലോ. എല്ലായിടത്തും മറ്റേ പെരിച്ചാഴി പൊത്തുണ്ടാക്കി. വലിയ വലിയ പൊത്തോളാണ് പെരിച്ചാഴിയുടെ. പെരിച്ചാഴി ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഇല്ല, ഒക്കെ വലിയ പൊത്താ. വെണ്ടൊക്കെ ഉഷാറായി നിൽക്കുന്നുണ്ട്. എടാ അതൊന്നും നോക്കിയേ, ചേമ്പ് കണ്ട? പുള്ളിയല്ലേടാ ചേമ്പ്. അതാ ചേമ്പിന്റെ ഡിസൈനാ. ചേമ്പല. ആ ചേമ്പലയില് വെള്ളം വീണ് കഴിഞ്ഞാൽ നിൽക്കില്ല, അതിങ്ങനെ തെറിച്ച് പോകും. ഇപ്പൊ കാണിച്ചു തരാനായിട്ട് വെള്ളമൊന്നുമില്ലല്ലോ. അപ്പൊ കാണിച്ചു തരാം കേട്ടാ. എടാ നിന്റെ കിളിഞ്ഞാവില് വീണ്ടും നിറച്ച് പൂത്തുണ്ട് കേട്ടാ. നോക്കിയേ, കിളിഞ്ഞാവില് നോക്കിയേ, കിളിച്ചാവില് നിറച്ച് മൂത്തുണ്ട്. ഈ മേലേക്ക് നോക്കിയേ, അവിടേക്കല്ലേ, ഇവിടേക്ക് നോക്കിയേ. ആ മാങ്ങൊക്കെ അവിടെയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് ഇനി കുളത്തിലേക്ക് വീഴുവോ? നമ്മുടെ കുളം വൃത്തിയാക്കണം കേട്ടാ. മറ്റേ വാട്ടർ കാബേജ് ഇല്ലേ, വാട്ടർ കാബേജ് കുളത്തിൽ നിറച്ചായിട്ടുണ്ട്. നമ്മുടെ പിന്നെ എന്തുട്ടാ, നമ്മുടെ റംബൂട്ടാനൊക്കെ പുതിയ മുളകളുണ്ടായി വന്ന് നിൽക്കുന്നുണ്ട്. എവിടെ പടം അല്ലെങ്കിൽ വീണ്ടും ഉണ്ടായി? എവിടെ? അതമ്മ കാലത്ത് പൊട്ടിച്ചു പോകുന്നുണ്ട് ശരിക്ക്. അതും ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ, ഈ ഇങ്ങനത്തെ എയർ പ്രോണിങ് ബോട്ടിൽ വെക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്നറിയോ? ഡ്രാഗൺ ഫ്രൂട്ടിന് വെള്ളം അധികം വേണ്ടല്ലോ. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ എയർ പ്രോണിങ് ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം നന്നായി വറ്റിപ്പോവും. ഭയം നമുക്ക് നമ്മുടെ ബെയർ ആപ്പിൾ ഉണ്ടല്ലോ, എന്തായി നോക്കാം. ബെയറാപ്പിൾ എന്തായി? അയ്യടാ, ആ മഴയ്ക്ക് മുന്നേ നമ്മൾ കണ്ട ബെയറാപ്പിൾ ഉണ്ടല്ലോ, അതൊക്കെ കായ കൊഴിഞ്ഞു പോയിട്ടാ. ഇനി ഇതിന്റെ കടക്കുന്ന വല്ലതും വന്നിട്ടുണ്ടാ? ഇല്ല. പുതിയ കൂമ്പുണ്ടായിട്ടുണ്ട്, അടുത്ത പൂവിട്ടിട്ടുണ്ട്. അന്ന് ആ മഴയ്ക്ക് മുന്നേ പൂവിട്ടതൊന്നും ഉണ്ടായില്ല. നോക്കാം, ഇനിയിപ്പോൾ മഴക്കാലല്ല വരണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മഴയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങളല്ലേ. എന്തുട്ട് റെഡി? നമ്മുടെ ചാമ്പ എന്തായി? ചാമ്പ വലുതായി വരുന്നുണ്ട്. പക്ഷേ ഈ കൊമ്പൊക്കെ വെട്ടി ഒതുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ചാമ്പ പുറത്തേക്ക് എത്തില്ല. ഇപ്പൊ വെട്ടണ്ട, കുറച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് വെട്ടാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് 4 ദിവസം